ഭംഗിയായിട്ട് ഇതൊക്കെയും നിർവഹിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. സൂചിപ്പിച്ചതുപോലെ അനേകം ചെറുപ്പക്കാര് പൗരോഹിത്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി. അവർക്ക് പലർക്കും സമാശപട്ടം കൊടുക്കുവാനായിട്ട് ദൈവം ഭാഗ്യം നൽകി. ഇന്നും ഒരാൾക്ക് പട്ടം കൊടുക്കുന്നത് സംബന്ധിച്ച് ഞാനുമായിട്ട് അവരുടെ മാതാപിതാക്കന്മാർ സംസാരിക്കുകയുണ്ടായി. ഞാൻ അടുത്ത ദിവസം അവരുമായിട്ട് സംസാരിച്ച് ഒരു ദിവസം നിശ്ചയിക്കുവാനായിട്ടിരിക്കുകയാണ്. വലിയൊരു പ്രോത്സാഹനമാണ് അതിൽ നിന്നും എനിക്കും ലഭിക്കുന്നത്. കാരണം ഇവിടെയുള്ള കുട്ടികൾ അതിന് മുന്നോട്ട് വരുന്നു എന്നുള്ളത് കാണുമ്പോൾ ഞാൻ ചുമതലയെടുക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് വളരെ ഏറെ മാറ്റം ഭദ്രാസനം സംഭവിച്ചു എന്നുള്ളതിന്റെ ഒരു പരിണിത ഫലമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഞാൻ റംബാച്ചനായിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരനായ ചുമ്മാച്ചൻ 1-2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് അത് വളരെ അധികമായിട്ട് മാറിയിട്ടുണ്ട്. പല സാഹചര്യങ്ങളാണെങ്കിൽ തന്നെയും അവർക്ക് ആവശ്യമായ പ്രചോദനങ്ങൾ കൊടുക്കുക, അവർക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുകയും മറ്റ് ഇൻസ്ട്രക്ഷൻസ് ഏത് രീതിയിൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നു. ഭാവിയിൽ ഇവിടെയുള്ള കുട്ടികൾക്ക് പഠിക്കുവാനായിട്ട് ഒരു സെമിനാരിയാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഒന്നല്ലെങ്കിൽ നമ്മുടെ ഭദ്രാസനം ഒറ്റയ്ക്കോ, അല്ലെങ്കിൽ മറ്റ് സിറിയൻ ഭദ്രാസനമായിട്ട് ചേർന്നോ, അല്ലെങ്കിൽ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ എല്ലാം ചേർന്ന് ഓറിയന്റൽ ആയിട്ടുള്ള ആർമീനിയൻ, കോപ്റ്റിക്, ഞങ്ങളത് കഴിഞ്ഞ ബിഷപ്സ് കോൺഫറൻസിൽ അത് ചർച്ച ചെയ്യുകയുണ്ടായി. കഴിയുമെങ്കിൽ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളെല്ലാം ചേർന്ന് ഒരു സെമിനാരി തുടങ്ങുകയാണെങ്കിൽ അതിനും സാധ്യത കുറച്ചുകൂടി എളുപ്പമാണെന്നാണ് ചിന്തിക്കുന്നത്. ഇവഞ്ച്വലി ഇവിടെയുള്ള കുട്ടികൾ തന്നെ പഠിച്ച് ചുമച്ചന്മാരാകുകയും അച്ഛന്മാരാകുകയും ചെയ്യുക എന്നുള്ളതാണ് മുന്നോട്ട് നോക്കുമ്പോൾ ശോഭനമായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നാട്ടിൽ നിന്ന് അച്ഛന്മാരെ കൊണ്ടുവന്ന് ശുശ്രൂഷ നിർവഹിക്കുക എന്നുള്ളത് ഇപ്പോൾ കുറച്ചു നാളത്തേക്ക് മാത്രമുള്ള ഒരു ഇൻട്രീം അറേഞ്ച്മെന്റായിട്ടേ കാണുന്നുള്ളൂ. മലങ്കര SOCM, വിശ്വാസ സംരക്ഷകൻ, മലങ്കര റേഡിയോ തുടങ്ങിയ മാധ്യമങ്ങളുടെയും വകയായി അങ്ങേക്ക് 39ാം ജന്മദിനാശംസകൾ ദൈവ തിരുനാമത്തിൽ നേർന്നുകൊള്ളുന്നു. ഇങ്ങനെ ഒരു അഭിമുഖ സംഭാഷണത്തിന് വേണ്ടി ഞങ്ങൾക്ക് സമയം തന്നതിൽ വളരെ നന്ദിയുണ്ട്. ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. വീണ്ടും നിശബ്ദമായി ഈ സഭയ്ക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഏതാനും ഗ്രൂപ്പുകൾ നമ്മുടെ സഭയിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് പല കാര്യങ്ങളും ഇന്നും വളരെ കാര്യക്ഷമമായിട്ട് നടന്നു പോകുന്നുള്ളത് പ്രത്യേകം ഓർപ്പിക്കുവാനായിട്ട് ഈ സമയം വിനിയോഗിക്കുകയാണ്. അവിടുത്തെ പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും എനിക്കൊരു സന്ദേശം പറയാനുണ്ടോ ഈ മാധ്യമങ്ങൾക്ക് വേണ്ടി? ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നത് സഭയുടെ, പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തുള്ളതായ സഭയുടെ എല്ലാ ഭാഗങ്ങളിലും ആളുകൾ ഏറെ ആശ്രയിക്കുന്നത് ഇതുപോലെയുള്ള ഇന്റർനെറ്റ് വഴിയുള്ളതായ റേഡിയോ മലങ്കര വിഷൻ, അതുപോലെ തന്നെ SOCM ഫോറം. അതിലൂടെ ഞാൻ അവരുടെ മോഡറേറ്റേഴ്സിന് എഴുതി. കാരണം അനേക കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് വളരെ ഇൻഫോർമേറ്റീവായിട്ടൊരു നല്ലൊരു ഹൈ സ്റ്റാൻഡേർഡിലുള്ള ഒരു ഡിസ്കഷൻ SOCM ഫോറത്തിൽ പലപ്പോഴും ഞാൻ കാണാറുണ്ട്. അതിന് നേതൃത്വം വഹിക്കുന്ന അതിലൊരാളായ ഷൗല തോമസ് ഡാനിയൽ എന്റെ ഒരു വലിയ സുഹൃത്താണ്. അദ്ദേഹം ഇന്നും ഞാനുമായിട്ട് ഇന്റർനെറ്റിലൂടെ ബന്ധപ്പെട്ടിരുന്നു. വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിനെ കുറിച്ച് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും, ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്നു. വലിയൊരു സേവനമാണ് വിദേശത്തുള്ള സഭ മറ്റൊക്കെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും ചെയ്യുന്നത്. നമ്മുടെ സഭയിലെ ചെറുപ്പക്കാരായ ആളുകൾക്ക്, വിദേശത്തുള്ള ആളുകൾക്ക് വളരെയേറെ കാര്യങ്ങൾ പഠിക്കുവാൻ, പ്രത്യേകിച്ച് സഭയുടെ പാരമ്പര്യങ്ങളും സഭയുടെ വിശ്വാസ സത്യങ്ങൾ, സഭയുടെ ഹയറാർക്കി തുടങ്ങിയുള്ള വിഷയങ്ങളെക്കുറിച്ച് ആധികാരികമായ വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിലൊക്കെയും ചർച്ച ചെയ്യുവാനും അതിലൂടെ പഠിക്കുവാനും ചോദ്യങ്ങൾ ചോദിക്കുവാനും അതിൽ നിന്ന് ആൻസർ ലഭിച്ച് വലിയൊരു ടീച്ചിങ് ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഫോറവും മറ്റ് വിഷയങ്ങളൊക്കെയും. റേഡിയോ മലങ്കര വളരെയേറെ നല്ല സേവനം ചെയ്യുന്നു. അനേകർക്ക് വിശുദ്ധ കുർബാന കേൾക്കുവാനും മറ്റ് ഇന്ന് ശ്രേഷ്ഠഭാവ തിരുമനസിനെ കുറിച്ചുള്ള ഫീച്ചർ ഉണ്ടായിരുന്നു. മലങ്കര വിഷനും അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെയും മറ്റുള്ളവരിൽ എത്തിക്കുവാനായിട്ട് ഏറെ പ്രയോജനകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നെന്ന് അറിയാൻ സന്തോഷിക്കുന്നു. എല്ലാ മീഡിയ പ്രവർത്തകർക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും എല്ലാ ആശംസകളും ഭാവങ്ങളും നേരുന്നു.
കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നിങ്ങളുടെ പ്രവർത്തനത്തിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ ആശംസകളും നേരുകയും